Next comes determinants of personality. Determinants of individual personality. നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. The determinants can be classified as four major factors: biological factors, cultural factors, ഫാമിലി ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ് ആൻഡ് സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്. ഇപ്പം നിങ്ങളുടെ ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്, ജെനറ്റിക് ഫാക്ടേഴ്സ് പറഞ്ഞ് കാണാൻ പറ്റും. ആൻഡ് ഓൾസോ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ്. ഓക്കെ, ഈ സ്ലൈഡിൽ ഇതേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കുന്ന പോലെ നിങ്ങൾ എക്സാമിന് എഴുതുന്നതായിരിക്കും കുറച്ചും കൂടെ മാർക്ക് കിട്ടാൻ. ഇത് കണ്ടൻറ്റ് മാത്രമേ ഉള്ളൂ ഈ സ്ലൈഡിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമിന് ബ്രീഫായിട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കി നിങ്ങളത് മനസ്സിലാക്കണം. ഇറ്റ്സ് വെരി സിമ്പിൾ. അതായത് പേഴ്സണാലിറ്റിയുടെ ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് നമുക്ക് നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ബയോളജിക്കൽ ഫാക്ടേഴ്സ്, സെക്കൻഡ് വൺ കൾച്ചറൽ ഫാക്ടേഴ്സ്, തേർഡ് വൺ ഫാമിലി ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ്, ആൻഡ് ഫോർത്ത് വൺ ഇസ് സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്. ബയോളജിക്കൽ ഫാക്ടേഴ്സിൽ വരുന്നത് ഫിസിക്കൽ ഫീച്ചേഴ്സാണ്, ബ്രെയിൻ ആൻഡ് ഹെറിഡിറ്ററി പോലെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പോൾ ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അയാളുടെ അപ്പിയറൻസ് ആവാം, ഒരു ഇൻഡിവിജ്വലിൻ്റെ എക്സ്റ്റേർണൽ അപ്പിയറൻസ് ആണ്. ഇറ്റ് ഈസ് പ്രൂവ് ടു ബി ഹാവിങ് ട്രെമൻഡസ് എഫക്ട്സ് ഓൺ പേഴ്സണാലിറ്റി. അല്ലേ, ഒരു ഹൈറ്റുള്ള നല്ല ഹൈറ്റുള്ള ആളുടെ ഒരു പേഴ്സണാലിറ്റിയും ഷോർട്ടായിട്ടുള്ള ആളുടെ പേഴ്സണാലിറ്റിയും ഇസ് ഡിഫറെൻറ്റ്, റൈറ്റ്? അതുപോലെ ഒരു ഫാറ്റി പേഴ്സൻ്റെ പേഴ്സണാലിറ്റിയും ഒരു സ്ലിം ബ്യൂട്ടിയുടെ പേഴ്സണാലിറ്റിയും, ദാറ്റ് ഇസ് നോട്ട് ബ്യൂട്ടി. ഓക്കെ, ഒരു സ്ലിം ഫിഗറുടെ പേഴ്സണാലിറ്റി ഇസ് ഡിഫറെൻറ്റ്. ഓക്കെ, ബ്യൂട്ടി മീൻസ് ദാറ്റ് സംതിങ് എക്സ്റ്റേർണലി ഡിഫറെൻറ്റ് ഫ്രം ദ പേഴ്സണാലിറ്റി. ഒരു ഭംഗിയല്ല ഒരിക്കലും ഒരു പേഴ്സണാലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ദ വേ വി ടോക്ക് ടു അതേഴ്സ്, ഹൗ വി ആർ ബിഹേവിങ് ടു അതേഴ്സ്, ഹൗ വി ആർ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ അവിടെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു, ദാറ്റ് ഓൾ പൊസസ് ദ പേഴ്സണാലിറ്റി. ഓക്കെ, അതൊരിക്കലും ബ്യൂട്ടി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിലേറ്റ് ചെയ്യാൻ കഴിയില്ല. സോ ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പേഴ്സൻ്റെ എക്സ്റ്റേർണൽ അപ്പിയറൻസ് ആണ്. പിന്നെ ബയോളജിക്കൽ ഫാക്ടേഴ്സിൽ വരുന്ന സെക്കൻഡ് വണ്ണാണ് ബ്രെയിൻ, ഹൗ ഇൻ്റലിജൻസ് ഹീ ഈസ്. ഓക്കെ, അതും ഒരാളുടെ പേഴ്സണാലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദെൻ ഹെറിഡിറ്ററിയിൽ നമ്മുടെ ജെനറ്റിക് ഫാക്ടേഴ്സൊക്കെ വരും. ലൈക്ക് ഫേഷ്യൽ അട്രാക്റ്റീവ്നെസ്, സെക്സ്, മെയിലാണോ ഫീമെയിലാണോ, മസിൽ കമ്പോസിഷൻ, ദ റിഫ്ലെക്സസ് ഓഫ് എനർജി ലെവൽ, ബയോളജിക്കൽ റിതംസ്, ഇതെല്ലാം ഹെറിഡിറ്ററിയെ ബേസ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, നമ്മളെങ്ങനെയാണ് റിഫ്ലെക്സസ് എന്ന് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ഒരു സ്റ്റിമുലൈക്ക് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്. അതായത് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഭയങ്കര സൈലൻ്റായിട്ട് അപ്രോച്ച് ചെയ്യുന്നവരുണ്ടാവും, ഭയങ്കര അഗ്രസീവായിട്ട് അപ്രോച്ച് ചെയ്യുന്നവരുണ്ടാവും. നമ്മൾ പറയാറില്ലേ, ഒരു ദേഷ്യം കാണുമ്പോൾ ഇവൻ അച്ഛൻ്റെ ദേഷ്യമാണ്, അല്ലെങ്കിൽ അമ്മാവൻ്റെ ദേഷ്യമാണ്, അല്ലെങ്കിൽ ഇവൾക്ക് അമ്മയുടെ ദേഷ്യമാണ് എന്നൊക്കെ പറയുന്നത് എന്താ, അതൊക്കെ ഒരു ഹെറിഡിറ്ററി അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്ന കുറേ കാര്യങ്ങളാണ്. ഓക്കെ, അതൊക്കെയാണ് ഏതിൽ വരുന്നത്, ബയോളജിക്കൽ ഫാക്ടേഴ്സിൽ വരുന്നത്. ഓക്കെ, ഫിസിക്കൽ ഫീച്ചേഴ്സ്, ബ്രെയിൻ, ഹെറിഡിറ്ററി, ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ. സെക്കൻഡ് ക്ലാസിഫിക്കേഷനാണ് കൾച്ചറൽ ഫാക്ടേഴ്സ്. കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എവിടെ ജനിച്ച് വളർന്നു വരും, നമ്മുടെ നോംസും നമ്മുടെ സോഷ്യൽ ബിഹേവിയറും, അതാണ് ഒരാളുടെ കൾച്ചർ എന്ന് പറയുന്നത്. സംസ്കാരം നമുക്കറിയാമല്ലോ, ഇന്ത്യയിലെ സംസ്കാരം അല്ല അമേരിക്കൻ സംസ്കാരം, അല്ലേ? ഏഷ്യയിലുള്ള ഒരു കൾച്ചർ ഡിഫറെൻ്റ് ആണ്, യൂറോപ്പിലുള്ള കൾച്ചർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അക്സെപ്റ്റഡ് നോംസ് ഓഫ് സോഷ്യൽ ബിഹേവിയർ ആർ നോൺ ആസ് കൾച്ചർ. Okay, so culture determines what? Attitude towards independence, aggression, competition and cooperation. എല്ലാ കൾച്ചറിനും അതിൻ്റേതായ സബ് കൾച്ചേഴ്സ് ഉണ്ടാവും. ഓക്കെ, അതിൻ്റേതായ കാഴ്ചപ്പാടിൽ അതൊരു ക്വാളിറ്റീസ് ആവാം, അവരുടെ മോറൽ വാല്യൂസ് ആവാം, അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ക്ലെൻലിനെസ് ആവാം, ആൻഡ് ദ സ്റ്റൈൽ ഓഫ് ഡ്രസ്, ആൻഡ് ദ ഡെഫിനിഷൻ ഓഫ് സെക്സസ്, അതെല്ലാം കൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ പറയാറില്ലേ, ഒരാളുടെ ഇപ്പോൾ ഡെഫിനിഷൻ ഓഫ് സെക്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താ, ഒരാളുടെ സെക്സസ് എന്ന് പറയുന്നത് കുറേ റിച്ച് ആവുക എന്നുള്ളതല്ല. ഒരാളുടെ സക്സസ് എന്ന് പറയുന്നത് അവർ ആഗ്രഹിച്ച ഒരു പദവിയിലെത്തുക. അതൊരു പക്ഷേ സോഷ്യൽ സർവീസിലായിരിക്കും. ദേ മേ നോട്ട് ഹാവ് ബിഗ് ബാലൻസ്, ഒരു ബാങ്ക് ബാലൻസ് ഒന്നും ഉണ്ടാവില്ല അവർക്ക് ബിഗായിട്ട്. ബട്ട് ഫോർ എക്സാമ്പിൾ വി ക്യാൻ ഫോക്കസ് ഓൺ മദർ തെരേസ. മദർ തെരേസയ്ക്ക് അവരുടേതായ പേഴ്സണാലിറ്റി ആൻഡ് ഷീ ഡോണ്ട് ഹാവ് എനി ബാങ്ക് ബാലൻസ് ആൻഡ് ഓൾ. അവരെന്തായിരുന്നു, അവരുടേതായ സർവീസ് പ്രൊവൈഡ് ചെയ്യാണ്. അപ്പം അങ്ങനെ ഓരോ ഇൻഡിവിജ്വലിനും എന്താണ്, ദേ ഹാവ് ദെയർ ഓൺ പേഴ്സണാലിറ്റി. ഓക്കെ, അതൊക്കെ കൾച്ചറൽ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ളത് നമ്മൾ ഓർക്കുക. ഓക്കെ, ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി. തേർഡ് വണ്ണാണ് ഫാമിലി ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ്. ഫാമിലി ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാവുന്ന പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മൾ പറയില്ലേ, ചൊട്ടയിലെ ശീലം ചുടല വരെ. നമ്മൾ ചെറുപ്പത്തിൽ എന്ത് പഠിക്കുന്നോ ശീലിക്കുന്നോ അത് തന്നെയാണ് നമുക്ക് എത്ര വയസ്സായാലും നമുക്ക് കിട്ടുന്ന ഒരു ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. അതൊക്കെ നമ്മുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ,
ഇപ്പോൾ ചില കുട്ടികളുണ്ട് ഇപ്പോൾ കുറേ ബാഡ് വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ അവരുടെ വീട്ടിൽ കുറേ ബാഡ് വേർഡ്സ് യൂസ് ചെയ്താൽ പുറത്ത് പോയാലും അവർക്ക് ആ ബാഡ് വേർഡ്സ് തന്നെ വരുള്ളൂ. നമ്മൾ നല്ല ശീലങ്ങൾ വീട്ടിൽ നിന്ന് പഠിച്ചാൽ പുറത്ത് പോകുമ്പോഴും നമുക്ക് നല്ല ശീലങ്ങളുണ്ടാവും. ഓക്കെ, അങ്ങനെ കിട്ടുന്ന നമുക്ക് കുറേ ഇൻഫ്ലുവൻസസ്, ഓക്കെ, ഫാമിലി സോഷ്യൽ ഫാക്ടേഴ്സിൽ നിന്നും കിട്ടുന്ന ഇൻഫ്ലുവൻസ്, ദാറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി. ഓക്കെ, നൗ ദ നെക്സ്റ്റ് വൺ ഇസ് അതിലാണ് ഈ ഫാമിലി ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ് സോഷ്യലൈസേഷൻ പ്രോസസ്സ്. നമ്മൾ മറ്റുള്ളവരോട് ഇൻറ്റർമിങ്കിൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ വളരെ സോഷ്യലാണെന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവരുടെ കാര്യത്തിലും എല്ലാവരെയും സഹായിക്കാനും എല്ലാ കാര്യത്തിലും ഓടിയെത്താനും ആരെ കണ്ടാലും നമ്മൾ സംസാരിക്കുക. ചിലവരുണ്ടാവും മറ്റുള്ളവരെ അറിയുന്നവരെ കണ്ടാൽ പോലും ഒരു ചിരിയിൽ ഒതുക്കിപ്പോവും. ദേ വിൽ നോട്ട് ഈവൻ ടോക്ക് ടു ഈച്ച് അതർ. ചിലർ ഭയങ്കര റിസർവ്ഡ് ആയിരിക്കും, സൈലൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒരു സോഷ്യലൈസേഷൻ പ്രോസസ്സാണ്. പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ്സ്. ഈ ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ്സിൽ പാരൻസ് ദേ ആർ പ്ലേയിങ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ടു ദാറ്റ്. ഈ പ്രോസസ്സ് എങ്ങനെ ഒക്കർ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ്സ് ഒക്കർ ചെയ്യുന്നത് when a person tries to identify himself with some person whom he feels ideal or model in the family. നമ്മൾ പറയില്ലേ, എനിക്ക് എൻ്റെ അച്ഛനെ പോലെ ആവണം, ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഏട്ടനെ പോലെ ആവണം, ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ അമ്മയെ പോലെ ആവണം. ഓക്കെ, ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ്സാണ്. നമ്മൾ ഒരാളെ റോൾ മോഡലായിട്ട് ആ ചൈൽഡ്ഹുഡ് ബിഹേവിയറിൽ തന്നെ നമുക്ക്, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ തന്നെ നമ്മളൊരു ബിഹേവിയറെ ഇഷ്ടപ്പെട്ട് അവരെ ഫോളോ ചെയ്ത് പോവുക. ഓക്കെ, ഇറ്റ് ക്യാൻ ബി വ്യൂഡ് ആസ് എ സിമിലാരിറ്റി ഓഫ് ബിഹേവിയർ. ഒരേ ഫീലിങ്സ് ആയിരിക്കും, ഒരേ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ബിറ്റ്വീൻ ദാറ്റ് ചൈൽഡ് ആൻഡ് ദാറ്റ് പെർട്ടിക്കുലർ മോഡൽ. അതുപോലെ ഐഡൻറ്റിഫിക്കേഷൻ ക്യാൻ ബി ലുക്ഡ് അപ്പോൺ ആസ് എ ചൈൽഡ്സ് മോട്ടീവ്സ് ഓർ ഡിസയർ ടു ബി ലൈക്ക് ദാറ്റ് മോഡൽ. എനിക്ക് അച്ഛനെ പോലെ ആവണം, എനിക്ക് അച്ഛനെ പോലെ ഇന്ന ബിസിനസ്സിൽ പോകണം, അല്ലെങ്കിൽ എനിക്ക് അച്ഛനെ പോലെ ഈ ജോലിയിൽ തന്നെ എനിക്ക് ആവണം, അങ്ങനെ പറയുന്ന ഒരു ഐഡൻറ്റിഫിക്കേഷൻ. ഓർ ഇറ്റ് ക്യാൻ ബി വ്യൂഡ് ആസ് എ പ്രോസസ് ത്രൂ വിച്ച് ദ ചൈൽഡ് ആക്ച്വലി ടേക്സ് ഓൺ ദ ആട്രിബ്യൂട്ട്സ് ഓഫ് ദ മോഡൽ. അതേ മോഡലിൻ്റെ അതേ ക്യാരക്ടറിസ്റ്റിക്സ് ഉൾക്കൊണ്ട് അവരെ പോലെ ചെയ്യുക, അവരുടെ അതേ ആക്ടിങ് ചെയ്യുക. ഓക്കെ, അങ്ങനെയുള്ളതിനാണ് നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുക. പിന്നെ വരുന്നതാണ് ഫാമിലി ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സിൽ ഹോം എൻവയോൺമെൻറ്റ്. നമുക്ക് വീട്ടിൽ കിട്ടുന്ന എൻവയോൺമെൻറ്റ്. ഓക്കെ, അത് പാരൻസും ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുന്നവർക്ക് അവർക്ക് വേറൊരു പേഴ്സണാലിറ്റി ആയിരിക്കും. നേരെ മറിച്ച് ഒരൊറ്റ മോനായിട്ട് അച്ഛൻ്റെ അമ്മയുടെ ഒരൊറ്റ മോനോ അല്ലെങ്കിൽ ഒരൊറ്റ മോളോ ആയിട്ട് ജീവിക്കുമ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഹോമിൽ നിന്ന് കിട്ടുന്ന എൻവയോൺമെൻറ്റ്, അതുപോലെ ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് കിട്ടുന്നത്, അതുപോലെ പാരൻറ്റൽ ഇൻഫ്ലുവൻസസ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പേഴ്സണാലിറ്റീസ് ഓഫ് ചിൽഡ്രൻ ഡിപ്പെൻഡൻറ്റ് ഓൺ ദെയർ പാരൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് മ്യൂച്വൽ ബിഹേവിയർ. വീട്ടിലുണ്ടാവുന്ന കുറച്ച് നമുക്കുണ്ടാവുന്ന അന്തരീക്ഷങ്ങളുണ്ടല്ലോ. ഇപ്പോൾ അച്ഛനും അമ്മയും നമുക്ക് എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു തരികയാണെങ്കിൽ വി വിൽ ഓൾസോ ഹാവ് ദാറ്റ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. അതെന്നല്ല, വീട്ടിൽ എപ്പോഴും നമുക്ക് നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ കേൾക്കുകയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മാത്രം പറയുന്ന ഒരു ഫാമിലി. അങ്ങനെ ആകുമ്പോൾ ഈ ചെറിയ ചൈൽഡ്ഹുഡ് ബിഹേവിയറിൽ തന്നെ, ചൈൽഡ്ഹുഡിൽ തന്നെ നമ്മൾ കേൾക്കുന്നത് ഫുൾ നെഗറ്റീവ് എനർജിയാണ്. ദാറ്റ് ഓൾസോ ഇൻഫ്ലുവൻസ് വൺസ് പേഴ്സണാലിറ്റി. അപ്പോൾ ഫാമിലി ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ് സോഷ്യലൈസേഷൻ പ്രോസസ്സ്, ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ്സ്, ഹോം എൻവയോൺമെൻറ്റ്, ഫാമിലി മെമ്പേഴ്സ് ആൻഡ് പാരൻറ്റൽ ഇൻഫ്ലുവൻസസ് ആൻഡ് ഓൾസോ സോഷ്യൽ ഗ്രൂപ്പ്. പിന്നെയാണ് സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്. സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളെങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ഇടപെടുന്നു എന്നുള്ളത്. ഓക്കെ, സോ ഇൻഡിവിജ്വൽസ് പേഴ്സണാലിറ്റി വൈൽ ജനറലി സ്റ്റേബിൾ ആൻഡ് കൺസിസ്റ്റൻറ്റ് ഡസ് ചേഞ്ച് ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. എന്ത് വന്നാലും വളരെ ക്ഷമയോടെ ഇരിക്കുക, ഇല്ലെങ്കിൽ എപ്പോഴും ഡോമിനൻ്റ് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർ, എപ്പോഴും അധികാരമോഹം ആഗ്രഹിക്കുന്നവർ, അതൊക്കെ എന്താണ് ഒരു സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്. എന്ത് സിറ്റുവേഷൻ വന്നാലും നൗ യു നോ ദാറ്റ് ട്രംപ് വാട്ട് ഈസ് ഡൂയിങ് ഇൻ അമേരിക്ക, റൈറ്റ്? അതൊരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പോലും കോപ്പ് അപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. Okay, that also influence what, or that is also one of the determinants of personality. So these are the 4 classification of determinants of personality. Okay, ഏതൊക്കെയായിരുന്നു? ബയോളജിക്കൽ ഫാക്ടേഴ്സ്, കൾച്ചറൽ ഫാക്ടേഴ്സ്, ഫാമിലി ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ് ആൻഡ് സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്.